ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഡിഷ് ചോറിനും ചപ്പാത്തിക്കും പിന്നെന്താ കഞ്ഞിക്കും, ചൂട് കഞ്ഞിക്കാണ്, പഴങ്കഞ്ഞിക്കല്ല, ചൂട് കഞ്ഞിക്കുമൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇത് മുളപ്പിച്ച പയറും പപ്പായയും കൊണ്ടിട്ടുള്ള ഒരു തോരനാണ്. തോരനായിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പപ്പായ ചെറുങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പയറെന്താ വെച്ചിട്ടുണ്ട്. പയർ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇച്ചിരി മുളയൊക്കെ വന്നിട്ടുണ്ട്. വലുതായിട്ടൊന്നും മുളക് വന്നിട്ടില്ല, എങ്കിലും കുരുത്തത് തന്നെ, മിക്കതും കുരുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. വെളിച്ചെണ്ണയാണ്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാവേ. 2 ഒറ്റമുളകും ഇച്ചിരി കറിവേപ്പിലയാണ്. ഇനി നമുക്ക് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് പയറും ഇട്ട് കൊടുക്കാം. പയർ കുതിർത്തി വെച്ചേക്കുന്നതും കാരണം പപ്പായക്ക് ഇച്ചിരി വേവുള്ളത് കാരണം നമുക്ക് രണ്ടും ഒന്നിച്ചിടാം. ലേശം ഉപ്പിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കണേ. ഇത്രയും മതി. നല്ല തീ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇനി ഇതിന് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണിത്. തേങ്ങ കുറച്ച്, നമ്മൾ തോരത്തിനൊക്കെ നമ്മളെല്ലാം എടുക്കത്തില്ലേ, അത്രയും തേങ്ങ, പിന്നെ നല്ല ജീരകം, ഒരു തുടം വെളുത്തുള്ളി. ഇത് വെളുത്തുള്ളി ഇത്രയും വേണം കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. കടുക് തളിച്ചപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു, പക്ഷേ ഇതിൻ്റെ കൂടെയും കൂടെ അരച്ചാലേ ഒരു ടേസ്റ്റ് കൂടുതൽ വരത്തുള്ളൂ. നമുക്കിതിൻ്റെ സ്ഥിതി എന്തായെന്ന് നോക്കാം. നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. പയറിന് ഇച്ചിരി വേവ് കുറവാന്ന് തോന്നുന്നു. അത് സാരമില്ല, കുതിർത്തതായതുകൊണ്ട് അതിൻ്റെ കുഴപ്പമില്ല. ഇനി നമുക്ക് ഒതുക്കി വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഡിഷ് നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ഇത് നമ്മൾ തോരനായിട്ട് കണക്കാക്കണ്ട. ഇത് നല്ല ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെറുതെ നമ്മളിങ്ങനെ ഇത് കോരി തിന്നാൽ, സ്നാക്സ് പോലെ കോരി തിന്നാനും ഇത് പറ്റുന്ന ഒരു സാധനമാണ്. കാരണം നല്ല ഹെൽത്തിയാണ്. പപ്പായയെ പയർ മുളപ്പിച്ചത് കൂടെയാണ്. അപ്പോൾ ഇനി അത് നമുക്ക് മൂപ്പിച്ചിട്ട് മൂത്തെടുക്കും. ഇച്ചിരി നല്ല തോർത്തിയെടുക്കണം, എന്നിട്ട് കാണാവേ. അപ്പോൾ നമ്മുടെ മുളപ്പിച്ച പയറും പപ്പായയും കൊണ്ടുള്ള നല്ല അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു.